ഇനി നമുക്കൊരു പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടാം. കളിപ്പാട്ടം പോലൊരു പുസ്തകം. ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിലെ 3rd ക്യാമ്പ് LP സ്കൂളിലെ LKG UKG കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ പേരാണിത് കേട്ടോ. ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയത് അവരുടെ തന്നെ അധ്യാപകരാണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് ആ പുസ്തകം ഒന്ന് കാണാം. നിലവിൽ പ്രീ പ്രൈമറിയിൽ പാഠപുസ്തകമില്ല. പകരം വിവിധ തരത്തിലുള്ള 30 തീമുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശീലനം. സാധാരണ ഈ തീമുകളുമായി ബന്ധപ്പെട്ട പുസ്തകം പുറമേ നിന്ന് വാങ്ങി അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് രീതി. എന്നാൽ ഈ പുസ്തകങ്ങൾ തീമുകളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഇവിടെയാണ് നെടുങ്കണ്ടത്തിന് സമീപത്തെ 3rd ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകർ ഒരു മാതൃകയാവുന്നത്. അവർ പാഠ്യവിഷയവുമായി ചേർന്ന് നിൽക്കുന്ന പാഠപുസ്തകം സ്വയം തയ്യാറാക്കി. പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ കുട്ടികൾക്ക് ആടിയും പാടിയും രസിക്കാനുള്ളതാണ് ഈ പാഠപുസ്തകം. സ്കൂളിലെ അധ്യാപകനായ MK മനുവിന്റെ നേതൃത്വത്തിലാണ് അധ്യാപകർ പുസ്തകം തയ്യാറാക്കിയത്. തീം വെച്ച് ഒരു 10-16 പുസ്തകങ്ങൾ റഫർ ചെയ്തിട്ടാണ് ഈ പുസ്തക രൂപീകരണത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ മലയാളം വെർഷനും ഇംഗ്ലീഷ് വെർഷനും നമ്മൾ എന്തിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടേം ബേസിലാണ് പുസ്തകം ചെയ്തിട്ടുള്ളത്. 2 പുസ്തകങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ്, മലയാളം, ജനറൽ നോളജ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങൾ സചിത്രമായി പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഗുണനിലവാരത്തിലും ഒട്ടും പിന്നിലല്ല 3rd ക്യാമ്പ് LP സ്കൂളിലെ കളിപ്പാട്ടം. ഉന്നത നിലവാരത്തിലുള്ള പേപ്പറിൽ മൾട്ടി കളറിലാണ് പുസ്തകം അച്ചടിച്ചിരിക്കുന്നത്. ഇതിന് സ്കൂളിനെ സഹായിച്ചത് ലയൺസ് ക്ലബ്ബാണ്. ഇവിടെ പ്രീ പ്രൈമറിയിലെ അധ്യാപകരാണ് പൂർണ്ണമായിട്ടുള്ള വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി വലിയൊരു ചെലവ് നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ അത് സ്കൂളിനെ കൊണ്ട് തന്നെ വഹിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നെടുങ്കണ്ടം ലയൺസ് ക്ലബിന്റെ ഒരു സഹായം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1500 രൂപയോളം പ്രിന്റിങ്ങിന് മാത്രം ചിലവ് വന്ന പുസ്തകം കുട്ടികൾക്ക് അതിന്റെ 1/3 വിലയ്ക്കാണ് നൽകുക. നിലവിൽ പുറമേ നിന്ന് പാഠപുസ്തകം വാങ്ങുന്ന സ്കൂളുകൾക്ക് മലയോര മേഖലയിലെ ഈ സർക്കാർ സ്കൂൾ ഒരു മാതൃകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനസ് രാജു ആണ് നമ്മുടെ കൂടെയുള്ളത്. ജെയിൻ, കളിപ്പാട്ടം അത് ആ രീതിയിലുള്ളൊരു പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ട്. അധ്യാപകരാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ആസ്വദിച്ച് പഠിക്കാൻ പാകത്തിനൊരു പുസ്തകം അതല്ല ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയും. നെടുങ്കണ്ടം 3rd ക്യാമ്പ് ഗവൺമെൻറ് LP സ്കൂളിനെ സംബന്ധിച്ച് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഈ സ്കൂൾ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ, തോട്ടം തൊഴിലാളികളുടെ, മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. പ്രീ പ്രൈമറിയിൽ പോലും വലിയ ഫീസൊന്നും നൽകി പഠിപ്പിക്കാൻ കഴിയാത്തവരാണ് സ്വകാര്യ സ്കൂളുകൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കാതെ സർക്കാർ സ്കൂളുകളെ തന്നെ ആശ്രയിക്കുന്നത്. അപ്പോൾ പ്രീ പ്രൈമറിയിൽ പോലും ഈ പുസ്തകത്തിന് വേണ്ടി വലിയൊരു തുക ചിലവാക്കുക എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർക്കൊരു അധിക ബാധ്യതയാണ്. അതുകൊണ്ടാണ് ആ സ്കൂളിലെ അധ്യാപകർ തന്നെ ഒരു പാഠപുസ്തകം തയ്യാറാക്കാൻ മുന്നിട്ടിറങ്ങിയത്. നീണ്ട നാളെ പരിശ്രമത്തിന് ശേഷമാണ് അവർ ആ പാഠപുസ്തകം തയ്യാറാക്കിയത്. ചുമ്മാ ഒരു പാഠപുസ്തകം തയ്യാറാക്കുകയല്ല, കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന് ശേഷമാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകം തയ്യാറാക്കിയ അധ്യാപകനായിട്ടുള്ള മനു തന്നെ പറയുന്നത് അദ്ദേഹം 16ഓളം പുസ്തകങ്ങൾ റെഫർ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ തീമുകൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന തീമുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു പുസ്തകം തയ്യാറാക്കുക എന്ന ഒരു ഉദ്യമം ഏറ്റെടുത്തത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം സ്കൂളിൽ വെച്ച് നടന്നത്. കുട്ടികൾക്ക് ഇതിനകം തന്നെ പുസ്തകങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ചിലവ് കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ വളരെ തുച്ഛമായ നിരക്കിൽ തന്നെ ഈ പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഒരു കൈ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബ് പോലെയുള്ള സംഘടനകൾ ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിനൊക്കെ സാമ്പത്തിക സഹായം തന്നെ ചെയ്തു എന്നുള്ളതാണ് അധ്യാപകർ തന്നെ പറയുന്നത്. ഇതൊരു മാതൃകയാണ്. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ പല സർക്കാർ സ്കൂളുകളിലും പ്രീ പ്രൈമറിയിലടക്കം പുറമേ നിന്ന് പുറത്തുള്ള പബ്ലിക്കേഷൻസിന്റെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങിയാണ്. രീതിക്കനുസരിച്ച് ഒരുപക്ഷെ ചെലവും ഓരോ കുടുംബങ്ങൾക്കാവുകയും ചെയ്യും. എന്നാലും അവിടെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്കൂളൊക്കെ മാതൃകയാവുന്നത്. അവർ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ അറിഞ്ഞ്
പറഞ്ഞ് ആ രീതിയിൽ തന്നെ പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പഠിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ ചെറിയ തുകയിലാണ് കുടുംബങ്ങൾക്കൊക്കെ ആ ഒരു പുസ്തകം നൽകുന്നത്. അതിനും അവർ കൈകോർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ്. ശരി.